അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വെജിറ്റബിൾ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. കുറേ നാളായിട്ട് ടെറസ് വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ പുതിയ വിത്തുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിച്ചാൽ നമുക്ക് ഇടാനുള്ള സ്പേസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഓരോന്നായിട്ടാണ് കേട്ടോ വാങ്ങുന്നത്. ഇത് കഴിഞ്ഞ മാസം വാങ്ങിച്ച വെണ്ടയ്ക്കയും കത്തിരിക്കയുടെയും വിത്താണ്. അത് മുളച്ച് വന്നിട്ടുണ്ട്. രണ്ടാമത് വാങ്ങിച്ചതാണ് പയറും ചീരയും. ഇത് അധികം വലിപ്പം വയ്ക്കാത്ത വെണ്ടയ്ക്കയാണത്. പെട്ടെന്ന് പൊട്ടിച്ചെടുക്കണം, ഇല്ലെങ്കിൽ മുറ്റിപ്പോവും. മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പുല്ല് പറിക്കാനുണ്ടാവും. അപ്പോൾ അതും കൂടി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നമുക്ക് മഞ്ഞൾ നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് ഞാൻ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. കാര്യമായിട്ടുള്ള കെയറിംഗ് ഒന്നും ഇല്ലായിരുന്നിട്ടും കൂടി നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി നല്ല മണമായിരുന്നു അത്. ശരിക്കും വീട്ടിൽ മഞ്ഞൾ ഉണ്ടായപ്പോഴാണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങുന്ന മഞ്ഞളും ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത്. പണ്ട് കാലത്ത് കഴിക്കുന്ന ഫുഡിൻ്റെ ഒരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം ചീര വളർച്ച ഭയങ്കര സ്ലോ ആണ്. ഈ ഒരു അഡിയനം പ്ലാന്റിൽ എല്ലാ ദിവസവും പൂവുണ്ടാവും. അതെന്താണെന്നറിയില്ല, ബാക്കിയുള്ളതിന് ഇത്രയൊന്നും ഉണ്ടാവാറില്ല. വെള്ള ജമന്തി ചെറിയ ചട്ടിയിൽ നിന്നതാണ് കേട്ടോ, ഞാൻ വലുതിലോട്ട് മാറ്റിയിട്ടുണ്ട്. കൂടാതെ എല്ലാ റോസാ ചെടിയിലും മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ, ബൈ.